അർച്ചന പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് കിട്ടുന്ന പുഷ്പം അതെന്താ ചെയ്യേണ്ടത്? ഭഗവാൻ ഒരു നീരസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം രാവിലെ അഭിഷേകം കഴിഞ്ഞിട്ട് ആ മൂർത്തിയുടെ ചൈതന്യം ഊർജം മുഴുവനും ആ ഒരു തീർത്ഥത്തിൽ നമുക്ക് തരുന്ന തീർത്ഥത്തിലുണ്ട് എന്നാണ് സങ്കല്പം. ആ തീർത്ഥം നമ്മൾ സേവിക്കുമ്പോൾ വളരെ ആ മേശാന്തി തരുന്ന അത്ര തന്നെ, ചിലർ 2-3 പ്രാവശ്യമൊക്കെ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം വീണ്ടും ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ 2-3 പ്രാവശ്യമൊന്നും തീർത്ഥം മേടിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം നമുക്ക് ആ മേശാന്തി തരുന്നത് എന്താണോ അത്രയും വളരെ കുറച്ച് മാത്രമേ തീർത്ഥം സേവിക്കാവൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ തീർത്ഥം എന്ന് പറയുന്നത് ആ ഊർജം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ അത് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വിയർപ്പായിട്ടോ അങ്ങനെ ഒക്കെ ചിലപ്പോൾ അത് കൂടുതലായിട്ട് സേവിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ടാണ് പെട്ടെന്ന് അത് രക്തത്തിൽ ലയിച്ച് നമ്മുടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ തീർത്ഥം സേവിക്കാവൂ എന്ന് പറയുന്നത്. പിന്നെ ഈ ചന്ദനം ആൾക്കാർ വാങ്ങിക്കും. ചന്ദനം തൊട്ട് കഴിഞ്ഞാൽ അവനവന് തൊട്ട് കഴിഞ്ഞാൽ ബാക്കി അത് എവിടെയെങ്കിലും ഈ സാധാരണ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അവിടെ ഭിത്തിയിലോ ഒക്കെ തന്നെ തേച്ചിട്ട് പോകുന്ന, അത് ശരിക്കും പറഞ്ഞാൽ അത് ഭഗവാനൊരു നീരസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ഭഗവാന് ചന്ദനം ചാർത്തിയതോ അല്ലെങ്കിൽ പൂജ കഴിച്ചതോ ആയിട്ടുള്ള ആ ഒരു ചന്ദനം ആണ് നമുക്ക് ഭക്തന്മാർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ശരിക്കും ഈ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഭക്തന്മാര് ചന്ദനം ചാർത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ നടത്തുന്നത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ആൾക്കാർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രസാദം അത് അലക്ഷ്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഭഗവാൻ ഒരു നീരസം ഉണ്ടാവും. അത് ശരിക്കും ആ ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. വെറുതെ നമ്മളത് ശേഖരിച്ച് ഒരു പാത്രത്തിലോ മറ്റോ അത് ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്നും രാവിലെ കുളി കഴിഞ്ഞാൽ അത് തൊടാമല്ലോ. അപ്പൊ അങ്ങനെ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം. അപ്പൊ അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അലക്ഷ്യമായിട്ട് ഉപയോഗിക്കാതെ അതിനെ അത് ശേഖരിച്ച് വെച്ച് എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് അത് തൊടുക. അപ്പം നല്ല ഒരു പോസിറ്റീവ് എനർജി നമുക്കുണ്ടാകാം. പിന്നെ വേറൊരു സംശയം ആൾക്കാർക്ക്, ഈ അർച്ചന പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് കിട്ടുന്ന പുഷ്പം അതെന്താ ചെയ്യേണ്ടത്? അതൊരു സംശയമായിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അത് ശരിക്കും ഈ പീഠത്തിൽ നിന്നും ഭഗവാന്റെ ആ പാദത്തിൽ നിന്നുമാണ് ഓരോ ഭക്തന്മാർക്കും അർച്ചന കഴിച്ച് നമ്മൾ കൊടുക്കുന്നത്. ഈ പുഷ്പം ശരിക്കും വീട്ടിലെ ഏതെങ്കിലും ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥാനത്ത് വെക്കുകയോ അല്ലെങ്കിൽ തുളസിത്തറയിൽ നമുക്ക് അവിടെ നിക്ഷേപിക്കാം. അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമ്പലത്തിൽ നിന്നും വന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ ഈശാന കോണിൽ, നമ്മുടെ ആ മുറ്റത്ത് തന്നെ ഈശാന കോണിൽ ഒരു കുഴിയിൽ ഇത് സ്ഥാപിക്കാവുന്നതാണ്. പിന്നെ വേറെ ഒരു കാര്യം, ഉത്തമവൃക്ഷങ്ങളായിട്ടുള്ള തെങ്ങ് അല്ലെങ്കിൽ പ്ലാവ് മുതലായ വൃക്ഷങ്ങളുടെ ചുവട്ടിലും ഈ പൂക്കൾ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. അത് ശരിക്കും നമ്മുടെ വീട്ടിലും ഒക്കെ ആ ഒരു ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ അത് പ്രയോജനപ്പെടും. പിന്നെ ഈ നിവേദ്യങ്ങൾ പൂജകൾ, ഇപ്പോൾ നമ്മുടെ തിരുവമ്പാടിയിലാണെങ്കിൽ വിഷ്ണു പൂജ, അതുപോലെ ലക്ഷ്മീനാരായണ പൂജ, അതുപോലെയുള്ള വിശേഷാൽ പൂജകളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അതിന് ധാരാളം പ്രസാദം ഉണ്ടാവും. ഈ നടയെന്ന് കൊടുക്കുന്ന പ്രസാദം അല്ലാതെ തന്നെ ഈ നിവേദ്യങ്ങൾ, പാൽപ്പായസം, ഉണ്ണിയപ്പം, ശർക്കര പായസം മുതലായ നിവേദ്യങ്ങളുണ്ടാവും. പല ആൾക്കാർക്കും വീട്ടിൽ അംഗങ്ങൾ അധികം ഉണ്ടാവില്ല. ഉള്ളവർക്കൊക്കെ ഷുഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ള ആൾക്കാരായിരിക്കാം. അപ്പൊ ഇവർക്ക് ഈ നിവേദ്യം മേടിക്കണോ, മേടിച്ചാൽ കൊണ്ടുപോയാൽ അത് ആരും കഴിക്കാനില്ല, അപ്പൊ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും നിവേദ്യം വളരെ കുറച്ചാണെങ്കിലും നമ്മളത് വാങ്ങിക്കുക. അതായത് നിവേദ്യം സ്വീകരിച്ചു, അതിൻ്റെ ഒരു ഫലമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന കുറച്ച് നിവേദ്യങ്ങൾ നമ്മൾ സ്വീകരിച്ചതിന് ശേഷം ബാക്കി അതിൻ്റെ അധികൃതരെ ആരാന്ന് വെച്ചാൽ ഏൽപ്പിച്ച് അവിടെ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ
നമുക്ക് തന്നെ എത്രയോ ആൾക്കാർ ഭഗവാന്റെ നേദ്യം കുറച്ച് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ച് അമ്പലത്തിന് ചുറ്റും ഉള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നമുക്ക് നേരിട്ട് കൊടുക്കുകയോ അങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാം. അല്ലാതെ നമ്മളത് വീട്ടിൽ കൊണ്ടുപോയി അതിനെ ഈ പറഞ്ഞ പോലെ വേറെ അലക്ഷ്യമായിട്ടൊന്നും അത് വേറെ എവിടെയും കൊണ്ടുപോയി ഉപേക്ഷിക്കാനൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഭക്തന്മാർക്ക് സംശയമായിട്ട് ഉള്ളതും നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ പൊതുവായിട്ട് ഒരു എല്ലാവരുടെയും അറിവിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ്. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമസ്കാരം.